ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അനിൽകുമാർ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ ഏറ്റവും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ ആളുകളായിട്ട് അന്വേഷിക്കണം, ഗ്രൂപ്പ് മാനേജർമാരായിട്ട് അന്വേഷിക്കണം. എറണാകുളത്ത് നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് ഇവിടുത്തെ DCC അധ്യക്ഷൻ പറയുന്നു. അതല്ല, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരേണ്ടതെന്ന് മറ്റൊരു നേതാവായ ലിജു പറയുന്നു. ഡൽഹിയുടെ അന്തഃപുരങ്ങളിൽ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ അധികാരത്തിൽ UDF തിരിച്ചെത്തിയാൽ തീർച്ചയായും കേരള മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാൽ വരും എന്നാണ്. ഇവിടെ വിറക് വെട്ടിയതും വെള്ളം കോരിയതുമായ VD സതീശന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിൽ വളരെ സജീവമാണ്. നമസ്കാരം. ഒരിക്കലും അവസാനിക്കാത്ത ചില ചർച്ചകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം തൊട്ടേ ഇപ്പോൾ ഒരു 10 നേതാക്കന്മാരുണ്ടെങ്കിൽ 10 പേരുടെ പേരുകളായിരിക്കും ഉയർന്നു വരാം. പക്ഷെ അതിനെ തടയിടാൻ ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും പറയരുതെന്നൊക്കെ. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിൻ്റെ ചില യാത്രകൾ, ചില കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക്, പാണക്കാട് കുടുംബത്തിലേക്ക്, ഇതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ധാരണയാക്കാൻ അല്ലെങ്കിൽ എന്തോ തീരുമാനങ്ങളൊന്ന് വ്യക്തത ഉണ്ടാക്കാനുള്ള ഒരു യാത്രയല്ലേ സത്യത്തിൽ? ഈ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ഏറ്റവും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ ആളുകളായിട്ട് അന്വേഷിക്കണം, ഗ്രൂപ്പ് മാനേജർമാരായിട്ട് അന്വേഷിക്കണം, പിന്നെ സംഘടന സാമുദായിക ശക്തികളായിട്ട് ആലോചിക്കണം. അങ്ങനെ പലതരത്തിലുള്ള ആലോചനകൾക്ക് ശേഷം മാത്രമേ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇന്ന് 14-ാം തീയതിയാണ്, ഏപ്രിൽ 14. 20 ദിവസം കൂടിയുണ്ട് വോട്ടെണ്ണാൻ വേണ്ടിയിട്ട്. 20ാമത്തെ ദിവസം ഇതേ സമയത്ത് കേരളം ആരെ ഭരിക്കൂ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ടാവുകയും ചെയ്യും. ഈ 20 ദിവസക്കാലം കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് ചെയ്യണം എന്ന് വ്യക്തതയില്ലാതിരിക്കുമ്പോഴാണല്ലോ ഈ മുഖ്യമന്ത്രി ആരായിരിക്കണതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ഈ ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചിട്ട് കുറേ കാലമായി. ആരായിരിക്കണം മുഖ്യമന്ത്രി, ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും UDF നയിക്കേണ്ടത് എന്നുള്ളത്. ഇത് രമേശ് ചെന്നിത്തലയാണോ അതോ VD സതീശനാണോ, ഇത് രണ്ടുപേരുമല്ലാതെ AICC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ, അല്ലെങ്കിൽ ഏറ്റവും അവിടുത്തെ പ്രമുഖൻ എന്നും മലയാളിയെ കൂടിയായ KC വേണുഗോപാലായിരിക്കണോ ഈ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രിയായി വരേണ്ടത്? ഈ വക ചർച്ചകൾ ഏറെക്കുറെ ഒരു വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇപ്പം കോൺഗ്രസ്സിന് ഏതാണ്ട് ഒരു വലിയ തിരിച്ചുവരവ് എല്ലാ മാധ്യമങ്ങളും ചില സർവേക്കാരും ഒക്കെ പ്രവചിച്ചതോടുകൂടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി അല്ലെങ്കിൽ തർക്കം അതിരൂക്ഷമായിരിക്കുകയാണ്. അതെ, അതിരൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ അവർ പലരെയും കാണുന്നു, പലരുമായി സംസാരിക്കുന്നു, പലതരത്തിലുള്ള ഗ്രൂപ്പ് ചർച്ചകൾ നടക്കുന്നു. എറണാകുളത്ത് നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് ഇവിടുത്തെ DCC അധ്യക്ഷൻ പറയുന്നു. അതല്ല, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരേണ്ടതെന്ന് മറ്റൊരു നേതാവായ ലിജു പറയുന്നു. ഇത് രണ്ടുമല്ല, മറ്റ് ചില ആളുകളാണ് വരേണ്ടത് എന്ന് ചിലർ ഗൂഢമായി ആലോചിക്കുകയും അവർ ഗൂഢമായി പലരുമായി സംസാരങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായാണ് വണ്ടൂർ MLA കൂടിയായ, മുൻ മന്ത്രിയൊക്കെ ആയ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ ഇന്ന് പാണക്കാട്ടേക്ക് എത്തിയത്. നമുക്കറിയാം, UDF ഏറ്റവും പ്രഗത്ഭ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിൻ്റെ എല്ലാം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പാണക്കാട്ടെ കൊടപ്പനക്കുന്ന് തറവാട്ടിൽ വെച്ചാണ് ഈ തീരുമാനം എടുക്കുക. കാരണം സംസ്ഥാന ലീഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തങ്ങൾമാരാണ് കാലങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അനിൽകുമാർ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. അനിൽകുമാറിൻ്റെ യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും KC വേണുഗോപാലിൻ്റെ ദൂതനായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം KC വേണുഗോപാൽ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ MP ആണ് എന്നും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ എൻ്റെ പേര് വലിച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളത്, ഞാൻ മത്സരിക്കാനില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഡൽഹിയിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ ഡൽഹിയുടെ അന്തഃപുരങ്ങളിൽ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ അധികാരത്തിൽ UDF തിരിച്ചെത്തിയാൽ തീർച്ചയായും കേരള മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാൽ വരും എന്നാണ്. അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ഇത്തരത്തിലൊരു ചർച്ച വളരെ സജീവമാണ്. ഇവിടെ വിറക് വെട്ടിയതും വെള്ളം കോരിയതുമായ VD സതീശന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിൽ വളരെ സജീവമാണ്. അല്ലെങ്കിൽ VD സതീശനെ ഒതുക്കാൻ വേണ്ടി കോൺഗ്രസിൽ ഒരു വിഭാഗം അതിശക്തമായി നീങ്ങുന്നു. മറുഭാഗത്ത് മുൻ KPCC അധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല
മുഖ്യമന്ത്രിയാവുന്നതിന് വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA മാരുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുക എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമമായ തീരുമാനം ഉണ്ടാക്കുക എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ ഖർഗെ, പിന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും അങ്ങനെയുള്ള കുറേ നേതാക്കന്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുകയെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മാത്രം എടുക്കുന്ന തീരുമാനമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി എന്ന് പറയാവുന്നത് KC വേണുഗോപാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലുള്ള പല യാത്രകളിലും ഇവ ഒരുമിച്ചാണ്. ഡൽഹിയിൽ തന്നെ പല തീരുമാനം കൈക്കൊള്ളുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റ് പല സ്റ്റേറ്റുകളുടെയും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് നമുക്കറിയാം. അതുകൊണ്ട് KC വേണുഗോപാലിനെ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഖർഗെയോ ഒന്നും തള്ളിപ്പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൽ ഏറ്റവും ശക്തമായി വരുന്ന ഒരു വാദം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും VD സതീശൻ്റെ പ്രതീക്ഷകൾ ഇപ്പോഴും വാനോളമാണ്. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും എന്ന് VD സതീശനെ അനുകൂലിക്കുന്ന നേതാക്കന്മാർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിജയവും സമ്മാനിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ഗംഭീരമായ പെർഫോമൻസാണ് VD സതീശൻ കാഴ്ചവെച്ചത് എന്നാണ് കോൺഗ്രസിലെ ഒരു വലിയൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ VD സതീശൻ വരാനുള്ള സാധ്യതയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇദ്ദേഹമാണ് ഇനി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസിലുണ്ടായി. ഇതിൽ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ചാടി വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതുകൊണ്ട് പ്രവർത്തകർക്ക് ഇടയിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിനാണ് ഏറ്റവും താല്പര്യം. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിന് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ഏറ്റവും അനുയോജ്യനായി അവർക്ക് ഫീൽ ചെയ്യുക, അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ KC വേണുഗോപാൽ ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാം. നേരത്തെയൊക്കെ AK ആന്റണി പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന സമയത്ത് AK ആന്റണി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നിറങ്ങുകയും അദ്ദേഹം മലപ്പുറത്ത് ഒരു ജില്ലയിൽ സ്ഥാനാർത്ഥിയാവുകയും അദ്ദേഹം ജയിച്ചു വന്ന് മുഖ്യമന്ത്രിയൊക്കെ ആയെന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ തർക്കം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ ഇതേപോലെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരണമെന്നില്ല, കാരണം KC വേണുഗോപാൽ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ ആലപ്പുഴയുടെ MP കൂടിയാണ്. അപ്പം ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ഈ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും അതുപ്രകാരം KC മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യുന്ന ചിത്രമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടണം, UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങണം എന്നുകൂടി നമ്മളിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വെച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോഴും അടിയൊഴുക്കുകൾ വല്ലതും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നേരത്തെ ആരോപിക്കപ്പെട്ട പോലെ ഈ BJPയുമായിട്ട് CPM എന്തെങ്കിലും തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ടോ ഒന്നും നമുക്ക് വ്യക്തമല്ല. അങ്ങനെ വല്ല ഡീലുകളും നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും CPM തന്നെ അധികാരത്തിൽ വരും, പിണറായി സർക്കാർ തന്നെ വീണ്ടും തുടർഭരണം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് വ്യക്തമല്ല, ആർക്കും വ്യക്തമല്ല, നേതാക്കന്മാർക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ വേണ്ടി ഇനി 20 ദിവസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കും UDFൻ്റെ നേതാക്കന്മാർക്കും മറ്റ് വേറെ എക്സസൈസുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചയും ഈ കൂടിയാലോചനകളും ചില സന്ദർശനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കും. ഇപ്പം ലീഗിനെ പോയി കണ്ട് അവരെ ധരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലും ഇത്തരത്തിലുള്ള വലിയ വടംവലികൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ലീഗ് ആരുടെ കൂടെ നിൽക്കണം എന്നത് ലീഗിൻ്റെ മാത്രം തീരുമാനമായിരിക്കും. പക്ഷേ ലീഗിൻ്റെ തീരുമാനം ചിലപ്പോൾ വളരെ ക്രിട്ടിക്കലായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇപ്പം തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹം ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ, അതുകൊണ്ട് തന്നെ VD സതീശനാണല്ലോ ഇവിടെ ഈ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇത്ര അക്ഷീണം പ്രയത്നിച്ചത്, അതുകൊണ്ട് VD സതീശൻ തന്നെ ആവട്ടെ എന്നുള്ള അഭിപ്രായം ലീഗ് പറഞ്ഞാൽ കോൺഗ്രസ് അത് വെല്ലുവിട്ടിലാവും.
UDF അതൊരു അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീക്കോഷൻസ് ആണ് ഇപ്പോൾ KC വേണുഗോപാൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. KC യുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അനിൽകുമാറിൻ്റെ ഇന്നത്തെ പാണക്കാട് സന്ദർശനം കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റു പലരുടെയും നെഞ്ചിടിക്കാനും ഈ ഒരു യാത്ര കാരണം തീർച്ചയായും ഇപ്പോൾ VD സതീശൻ്റെ നെഞ്ചിടിക്കും, രമേശ് ചെന്നിത്തലൻ്റെ നെഞ്ചിടിക്കും, അതുപോലെ തന്നെ VD സതീശനെ അനുകൂലിക്കുന്ന നേതാക്കന്മാരുടെ നെഞ്ചിടിക്കും, അപ്പുറത്ത് പഠിക്കും. പക്ഷേ ഇതൊന്നുമല്ലാത്ത നിശബ്ദമായി ഇവിടെ ഈ ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥാനാർത്ഥികളുമായും KC വേണുഗോപാലിന് വലിയ ബന്ധം സൂക്ഷിക്കുന്നുണ്ട് എന്നും അത് ആരൊക്കെയാണ് VD സതീശനെ തള്ളിപ്പറയുക, VD സതീശൻ്റെ കൂടെ നിൽക്കുന്നവർ പോലത്തും ചിലപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ VD സതീശനെ തള്ളിപ്പറഞ്ഞേക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നതിലാണ്. നേരത്തെ തന്നെ സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതായത് ഇൻ കേസ് കോൺഗ്രസ് ജയിച്ചാൽ ഒരു സതീശൻ ചെന്നിത്തല പോര് വരുമ്പോൾ അത് പരിഹരിക്കാൻ എന്ന രീതിയിൽ KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിക്കപ്പെടും എന്നൊരു ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ടാണ് KC വേണുഗോപാലിന് കേരളത്തിലെ ഇലക്ഷനിലോട് ഒരു താല്പര്യം കൂടി വന്നത്. അല്ല, ഇത് KC യഥാർത്ഥത്തിൽ കുറെ കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയതാണ്, UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നതാണ്. പക്ഷേ മോദി സർക്കാർ അധികാര തുടർച്ച ഉണ്ടായതോടുകൂടി കോൺഗ്രസിന് ദേശീയ തലത്തിലുള്ള ഒരു തിരിച്ചുവരവ് ഈ അടുത്ത കാലത്തൊന്നും സാധ്യമല്ല എന്നുള്ളത് KCക്ക് മാത്രമല്ല കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇപ്പോൾ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ KC എത്ര കാലം ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാലും അദ്ദേഹത്തിന് ഇനിയൊരു കേന്ദ്രമന്ത്രിയൊക്കെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രി ആവുന്നതിനേക്കാൾ അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, ദീർഘകാലം ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ നിന്നും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിച്ച് വിജയിച്ച ആളാണ്. ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാണ് അദ്ദേഹം നേരത്തെ മന്ത്രിയൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. മാത്രമല്ല കേരളത്തിലുള്ള ഈ മത്സരിക്കുന്ന എല്ലാ ആളുകൾക്കും വലിയ താല്പര്യമുണ്ടാവും കേരളത്തിന് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു അവസരം വന്നു ചേർന്നാൽ അത് കൃത്യമായും അത് ഉപയോഗിക്കും KC. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അണിയറ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു 55-60 സ്ഥാനാർത്ഥികൾ KC വേണുഗോപാലിന്റെ ഇഷ്ടക്കാരാണ്. അല്ല, അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ തന്നെ അത്തരത്തിലുള്ള ചില പരിഗണനകൾ കൂടി അന്തിമഘട്ട ചർച്ചകളിൽ AICCയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലൊക്കെ KCക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള ആളുകൾക്ക് തന്നെയാണ് പരിഗണന കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും MLA-മാരുടെ മനം അറിഞ്ഞതിന് ശേഷം ആവട്ടെ ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളത് MLA-മാരുടെ തീരുമാനത്തിന് വിടുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം MLA-മാർ ആർക്കാണോ വോട്ട് കുത്തുന്നത് അതിനനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് KC നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു അണിയറ നീക്കം നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്.